അലക്സാണ്ടറിന്റെ സാമ്രാജ്യം തകർന്നത് എങ്ങനെ? ഭരണാധികാരിയെ തീരുമാനിച്ചില്ല. തുടർന്ന് വൻ യുദ്ധം. ചരിത്രത്തിലെ ഏറ്റവും വലിയ പിന്തുടർച്ചാവകാശ പ്രതിസന്ധി അരങ്ങേറിയത് BC 323 അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണത്തെ തുടർന്നാണ്. ബാബിലോണിൽ വച്ച് 32 വയസ്സിലുള്ള ആ അപ്രതീക്ഷിത മരണം ഗ്രീസ് മുതൽ തെക്കനേഷ്യ വരെ വ്യാപിച്ചു കിടന്ന മഹാസാമ്രാജ്യത്തെ കടുത്ത അനിശ്ചിതത്വത്തിലേക്ക് തള്ളി. അലക്സാണ്ടർ അനന്തരാവകാശിയെ നിശ്ചയിച്ചിരുന്നില്ല. ഏറ്റവും ശക്തനായവൻ തന്നെ പിന്തുടരണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതായി പുരാരേഖകൾ പറയുന്നു. അലക്സാണ്ടറുടെ അർദ്ധ സഹോദരൻ ഫിലിപ്പ് മൂന്നാമൻ അരിഡിയസ് മാനസിക വെല്ലുവിളി നേരിട്ടിരുന്നു. ഇതെല്ലാം അപകടകരമായ അധികാരശൂന്യത സൃഷ്ടിച്ചു. ഡയഡോക്കി അഥവാ പിൻഗാമികൾ എന്നറിയപ്പെട്ടിരുന്ന അലക്സാണ്ടറുടെ സൈന്യാധിപന്മാർ അധികം വൈകാതെ പരസ്പരം പോരടിച്ചു. ടോളമി ഒന്നാമൻ, സോട്ടർ, സെല്യൂക്കസ് ഒന്നാമൻ, നിക്കേറ്റർ, ആന്റിഗോണസ് ഒന്നാമൻ, മോണോഥൈമസ്, കസാൻഡ്ര തുടങ്ങിയവർ പതിറ്റാണ്ടുകളോളം ഘോര യുദ്ധം നടത്തി. സഖ്യങ്ങൾ മാറിമറിഞ്ഞു. കൊലപാതകങ്ങൾ സാധാരണ സംഭവങ്ങളായി. സിംഹാസനത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ അലക്സാണ്ടറുടെ കുടുംബാംഗങ്ങൾ പോലും കൊല്ലപ്പെട്ടു. ഈ പ്രതിസന്ധി സാമ്രാജ്യത്തെ എന്നേക്കുമായി തകർത്തു. അത് പല രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. ടോളമി ഒന്നാമൻ സോട്ടർ ഈജിപ്തിൽ ടോളമിക് സാമ്രാജ്യം സ്ഥാപിച്ചപ്പോൾ സെല്യൂക്കസ് ഒന്നാമൻ നിക്കേറ്റർ ഏഷ്യയിലെ വിശാല പ്രദേശങ്ങൾ നിയന്ത്രിച്ചു. ദശലക്ഷക്കണക്കിന് പ്രജകൾ അടങ്ങിയതായിരുന്നു അലക്സാണ്ടറുടെ സാമ്രാജ്യം. അതിനാൽ തന്നെ പ്രതിസന്ധിയുടെ ആഘാതം വളരെ വലുതായിരുന്നു. താങ്ക് യു.